ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. UN പ്രമേയം 1987 ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. എന്താണ് ലഹരി? ഒരു മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും മങ്ങിത്തളർത്തുകയും അമിതമായി ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണോ അതാണ് ലഹരി. ഈ ലഹരി ആസക്തിയിലേക്ക് വഴിമാറും. ലഹരി പലതരത്തിലുണ്ട്. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, മറ്റു സിന്തറ്റിക് ലഹരികൾ, LSD എന്നൊക്കെ ഉള്ള പേരുകളിൽ അറിയപ്പെടുന്ന വളരെ സുലഭമായിട്ട് സമൂഹത്തിൽ കാണപ്പെടുന്നു. സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒന്നാണ് മദ്യം. അത് മദ്യം ആസക്തിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. ആസക്തി എന്ന് പറഞ്ഞാൽ മദ്യമില്ലാതെ മുന്നോട്ട് പോവാൻ കഴിയാത്ത ഒരവസ്ഥ. അന്താരാഷ്ട്ര തലത്തിൽ ആസക്തിക്ക് ഒരു നിർവചനമൊന്നുമില്ല. എങ്കിലും നമുക്ക് ആസക്തി മനുഷ്യവംശത്തിൻ്റെ ഒരു ശത്രു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാം. ആസക്തിയെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആസക്തിയിലോട്ട് പോയിരിക്കുന്നത് കുട്ടികളാണ്. മയക്കുമരുന്ന്, മറ്റ് ഡ്രഗ്സ് ഉപയോഗങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് കുട്ടികളാണ്. 1.58 കോടി കുട്ടികൾ ലഹരി വസ്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നു. 10% വിദ്യാർത്ഥികൾ, അതായത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കണ്ടെത്തിയിട്ടുണ്ട്. ആസക്തി ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഒന്ന്, ശാരീരികമായിട്ട് ബാധിക്കുന്നു. അതായത് രോഗം, കരളിന് പ്രശ്നം, കിഡ്നി, വൃക്കകൾക്ക് പ്രശ്നം, ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടായി അവരെ കാർന്ന് തിന്ന് അവരൊരു ശാരീരികമായ രോഗാവസ്ഥയിലേക്ക്, അവരുടെ അവയവനാശത്തിലേക്ക് അത് എത്തിച്ചേരുന്നു. 2, മാനസികം, ഓർമ്മക്കുറവ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ജോലിയിലുള്ള അശ്രദ്ധ, അതിലോട്ട് ശ്രദ്ധിക്കാൻ വയ്യാതിരിക്കുക, പിന്നെ കുടുംബത്തിലുള്ളവരെ പോലും മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാനസികമായി അവരെ അത് ആസക്തി കൊണ്ടെത്തിക്കുന്നു. 3, വൈകാരികം, ഉത്കണ്ഠ, തനിച്ചിരിക്കാനുള്ള ഒരു വ്യഗ്രത, ആരോടും സംസാരിക്കാതെ പുറം ലോകവുമായിട്ട് ബന്ധം, വീടിനുള്ളിൽ തന്നെ, മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വൈകാരികമായി ആസക്തി അവരെ നയിക്കുന്നു. പിന്നീട് കാണുന്നത് ആത്മീയം. 4മതായിട്ട് നമ്മൾ കാണുന്നത് ആത്മീയം. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ഇപ്പോൾ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിൽ പോവാതെ, പ്രാർത്ഥിക്കാതെ, യാതൊരു ആത്മീയ നിലവാരത്തിലോട്ടും മുന്നോട്ട് പോകാതെ. 5, സാമൂഹികമായിട്ട് ബാധിക്കപ്പെടുന്നു. കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലോട്ട് അത് സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാതാകുന്നു, കുടുംബ ബന്ധങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. ആരുമായിട്ടും സമ്പർക്കത്തിൽ ഏർപ്പെടാതെ സാമൂഹികമായിട്ട് ബാധിക്കുന്നു. ഈ 5 നിലകളിൽ ആസക്തി ഒരു മനുഷ്യനെ ബാധിക്കുന്നു. ശാരീരികം, മാനസികം, വൈകാരികം, ആത്മീയം, സാമൂഹികം. ഈ 5 തലങ്ങളിൽ ആസക്തി മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നു. പ്രധാനമായും ലഹരി തലച്ചോറിനെ ബാധിക്കുന്നു. തലച്ചോറിനെ എന്താണോ ശീലിപ്പിച്ചിരിക്കുന്നത് അത് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ, ആത്മീയ ബോധം ശീലിപ്പിക്കുക. ശലോമോൻ രാജാവ് പറയുന്ന ഒരു വാക്ക് മദ്യാസക്തിയെപ്പറ്റി പറയുന്നത്, ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. അതുപോലെ തന്നെ ഗാന്ധിജി പറയുന്ന വാക്ക് മദ്യപാനം ഒരു സാമൂഹിക ശാപമാണ് എന്നാണ്. മദ്യവും മയക്കുമരുന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും
പരിഹാരമുണ്ട്. ആധുനിക മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ അസഹിഷ്ണുതയ്ക്കും കാരണം അവർ ഈശ്വര നിഷേധികളായി തീർന്നതുകൊണ്ടാണ്. ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. ഈ ചൈതന്യവും സ്വസ്ഥതയും അനുഭവവേദ്യമാക്കണമെങ്കിൽ ദൈവവുമായ ഒരു ആത്മീയ കൂടിച്ചേരൽ ആവശ്യമാണ്. ഈശ്വര വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനം ജീവിത പരാജയത്തിന് ഇടയാക്കുന്നു. കുടുംബം ദൈവികമാക്കിയാലേ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. മനുഷ്യൻ നന്നാകുമ്പോൾ കുടുംബം നന്നാകും. കുടുംബം നന്നാകുമ്പോൾ സമൂഹം നന്നാകും. സമൂഹം നന്നാകുമ്പോൾ കൊച്ചു കേരളം മനോഹരമാകും. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വാക്ക് ആപ്തമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും.